നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എനിക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത് മതി. മേളിച്ചെന്നേ അവളുണ്ടാക്കിയ പായസം കഴിക്കും. രണ്ടുപേർക്കും നല്ല പണി കിട്ടും. ഇന്നത്തെ അത്താഴം അടിപൊളിയായിരുന്നു. ഇനി വേറെന്തെങ്കിലും കഴിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിലെന്താ? പായസം. ഇതാണ് എന്റെ വീക്ക്നെസ് എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ ഊഹിച്ചതാ. എടുക്ക്. കൊള്ളാം. ഇതിന്റെ സ്വാദിന് എന്തോ മാറ്റം വന്നിട്ടുണ്ട്. നല്ല മാറ്റമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയുണ്ടോ? ആ, ഇനി എങ്ങാനും പോലീസ് ജോലി പോയാലും നിനക്ക് സുഖമായിട്ടൊരു ഹോട്ടൽ തുടങ്ങാം. എന്റെ പാചകം അത്ര നല്ലതൊന്നും അല്ല. ഞാനേ ഗോപാൽജിയുടെ ഹോട്ടൽ നടത്തിയ ആളാ.
അവിടെ ഭക്ഷണമെന്ന പേരില് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. പാചകം ചെയ്യാൻ നിൽക്കുന്നവർക്ക് കാശ് മാത്രം മതി. ജോലി ചെയ്യാൻ ഭയങ്കര മടിയാ. ഹോട്ടലിൽ പാചകം ചെയ്യുന്നത് ഒരു ജോലിയല്ലേ, അപ്പൊ മടി തോന്നുന്നത് സ്വാഭാവികമാ. പക്ഷേ വേണ്ടപ്പെട്ടവർക്ക് പാചകം ചെയ്യുമ്പോ അതൊരു ജോലിയായിട്ട് തോന്നില്ല. നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അതെ, മുഖത്ത് പായസം ഇരിക്കുന്നു. അല്ല, മഞ്ജു, എന്താ മഞ്ജു? ഏയ്, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്തോ അയ്യോ, ആ മരുന്ന് ഗുണം കാണിച്ചു. മോനെ ഗിരി, മോനെ എന്താ മോനെ ചുമക്കുന്നേ? അയ്യോ, വാതില് തുറക്ക് മോനെ ഗിരി. അയ്യോ, ഭാനുമേ ഓടി വരണേ. മോനെ ഗിരി, വാതില് തുറക്കടാ. മോനെ ഗിരി, വാതില് തുറക്ക്. അയ്യോ, എന്താ എന്താ കുഞ്ഞാറ്റെ? ഗിരി ഭയങ്കരമായിട്ട് ചുമക്കുന്നു ഭാനുമേ, പക്ഷെ വാതില് തുറക്കുന്നില്ല. മോനെ ഗിരി, മോനെ മോനെ വാതില് തുറക്ക്. ഗിരി, വാതില് തുറക്ക് മോനെ. ഗിരി, എന്തു പറ്റി? ചേച്ചി, എന്താടാ, എന്താ പറ്റിയേ? ഏയ്, ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഛർദിച്ചു. ഈശ്വര, പേടിക്കാനൊന്നുമില്ല. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു അസുഖം? കണ്ടിട്ട് ഫുഡ് പോയ്സണിംഗ് ആണെന്ന് തോന്നുന്നു. ഇവളെ വിഷം കൊടുത്തു കാണും ഭാനുമേ. ഇവളുടെ കുടുംബത്തിനെ നമ്മളോട് നേരത്തെ പകയുള്ളതല്ലേ. ഇത്രയും കാലം അടുക്കളയിൽ കയറാൻ അവസരം കിട്ടാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആ അവസരം കിട്ടിയതും ഇവൾ നമ്മുടെ ഗിരിക്ക് വിഷം കൊടുത്തു ഭാനുമേ. നീ എന്താടി എന്റെ മോന് കൊടുത്തത്? പായസം. പായസത്തിൽ എന്ത് കലക്കി കൊടുത്തെന്നാ ചോദിച്ചത്.